ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ, അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പ്ലം കേക്ക് നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. 1 കപ്പല്ല, 1.5 കപ്പ് പഞ്ചസാരയാണ് എടുക്കാൻ പോകുന്നത്. ഇനി ആ പഞ്ചസാരയിലേക്ക് ഞാൻ ഒരു കറുകപ്പട്ട, ഒരേലയ്ക്ക, 2-3 ഗ്രാമ്പു ഇത്രയും കൂട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോകണം. ഇനി അതിലേക്ക് ഞാനൊരു 5 മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് മുട്ടയോ പഞ്ചസാരയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. ജോലി അങ്ങോട്ട് എന്നിട്ട് തോണ്ടി അവളത് മറിച്ചിടും. അവൾക്ക് ഒരു ഇച്ചിരി എടുത്താൽ കൊടുത്തു. ഓയിൽ കൂടി ഒഴിച്ചിട്ട് നമ്മൾ അത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2.5 ml 2 സ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 സ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോകുന്നത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. ഇനി ആഡ് ചെയ്യുന്നത് ഷുഗർ സിറപ്പാണ്. നമ്മൾ ബ്രൗൺ കളറാക്കി വെച്ചിരിക്കുകയാണ്. ആ ഷുഗർ സിറപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ 2 കപ്പ് മൈദ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാൻ പോകണം. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി മിക്സ് ചെയ്യണം. അതുകൂടി ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ഇടഞ്ഞെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാൻ പോകാം. ഇനി ഫൈനലി ഞാൻ ചെയ്യാൻ പോകുന്നു, അതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാൻ പോകണം. ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കേക്കിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. കേക്കിന് വേണ്ടി മിക്സ് ചെയ്ത കൂട്ട് പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഞാൻ അടി ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഇത് ഒഴിച്ചേക്കുന്നത്. ഇനി ഞാൻ നമുക്ക് ഇതിൻ്റെ മേലിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് അലങ്കരിച്ച് വെക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇട്ടൊന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നതല്ല, ഓവൻ ഒരു 150 ഡിഗ്രിയിൽ നമുക്കന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കണം. നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റോളം എടുക്കും ഇതൊന്ന് ബേക്കായി വരാൻ. അപ്പോൾ നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഓവനിൽ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെഡി ആയോന്ന് അറിയാനും വേണ്ടി ഒരു പപ്പടം കുത്തി വെച്ചിട്ട് അതിൽ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇത് നമുക്ക് ഒന്നും പറ്റി വരത്തില്ല. അപ്പോൾ ആ പരുവം നോക്കി നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഇതുപോലൊക്കെ എളുപ്പത്തിൽ നമുക്ക് കേക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ക്രിസ്മസ് ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇതുപോലൊക്കെ തയ്യാറാക്കി എടുക്കുക.